السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والعاقبة للمتقين. الصلاة والسلام على سيد الأنبياء والمرسلين وعلى آله وصحبه أجمعين. أما بعد. بسم الله الرحمن الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. വിശുദ്ധമായ ഖുർആൻ മനുഷ്യരാശിയോട് പറയുന്നത് ഈ ദുന്യവിയായ ജീവിതത്തിലും പരലോക ജീവിതത്തിലും ഗുണം തേടാൻ വേണ്ടിയിട്ടാണ്. പരലോകത്തിൻ്റെ ഗുണം മാത്രം കാംക്ഷിക്കുന്നവരല്ല സത്യവിശ്വാസികൾ. യഥാർത്ഥ സത്യവിശ്വാസവും അതല്ല. മറിച്ച് അല്ലാഹു പറയുന്നത് റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വമിൻഹും മൻ യഖൂലു റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ ഉലൈക ലഹും നസീബ് എന്നാണ് പറയുന്നത്. കേവലം ദുനിയാവിനെയോ കേവലം പരലോകത്തെയോ അള്ളാഹുവിനോട് യാചിക്കേണ്ടവരല്ല മുഅ്മിനീങ്ങൾ, സത്യവിശ്വാസികൾ. മറിച്ച് ഈ ഭൂമിയിൽ അള്ളാഹു നമുക്ക് നൽകിയ ഈ ജീവിതത്തിൽ ഐശ്വര്യമുണ്ടാകാനും ഗുണങ്ങൾ നേടാൻ വേണ്ടിയും അള്ളാഹുവിനോട് ചോദിക്കുന്നതോടൊപ്പം പരലോകത്തുള്ള ഗുണത്തെയും അള്ളാഹുവിനോട് ചോദിക്കണം. അതാണ് റബ്ബന, നമ്മുടെ രക്ഷിതാവേ, ആതിന ഫിദ്ദുനിയ ഹസന, ഈ ഭൂമിയിൽ നമുക്ക് നീ ഗുണം നൽകണേ, ഐശ്വര്യം നൽകണേ, നല്ല ഭാര്യ നൽകണേ, നല്ല മക്കളെ നൽകണേ, നല്ല വീട് നൽകണേ, നല്ല കാറ് നൽകണേ, നല്ല റിസ്ക് നൽകണേ എന്ന് ചോദിക്കണം. അതോടൊപ്പം തന്നെ വഫിൽ ആഖിറതി ഹസന, നാളെ പരലോകത്തിൽ മരിച്ചു കഴിഞ്ഞാൽ നാളെ പരലോകത്തിൽ സ്വർഗം നൽകണേ, നരകമോചനം നൽകണേ, മഗ്ഫിറത്ത് നൽകണേ, ഹിസാബിൽ ചോദ്യവേളയിൽ വിചാരണവേളയിൽ എളുപ്പമാക്കി തരണേ എന്നൊക്കെയാണ് ആയത്തിൻ്റെ വിവക്ഷ മഹാന്മാരായ തഫ്സീറിന് മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ സത്യവിശ്വാസികൾ യഥാർത്ഥത്തിൽ രണ്ട് ലോകത്തും നല്ല ഐശ്വര്യത്തോടെ ജീവിക്കാൻ ആഗ്രഹിക്കേണ്ടവരാണ്. അതുകൊണ്ടാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മരുമകനായ സയ്യിദന അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ കാണാം. അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഹദീസ് എന്താ? യഅമൽ ലി ദുനിയാക അന്നക കഅന്നക തഈഷു അബദാ. എന്താണ് അതിൻ്റെ അർത്ഥം? നീ ദുനിയാവിൽ ജീവിക്കുമ്പോൾ, ഈ ദുനിയാവിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ നീ ഒരിക്കലും മരിക്കില്ല എന്ന ആഗ്രഹത്തോടുകൂടെ വേണം ഇവിടെ ജീവിക്കാൻ. നല്ല ആഗ്രഹത്തോടെ ജീവിക്കണമെന്നാണ് വിശുദ്ധ റസൂൽ പറഞ്ഞിട്ടുള്ളത്.